നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് നമ്മുടെ വിഷയം ഒരു ചോദ്യമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുകയാണ്. നേരത്തെ ഞാനിതിന് വിഷയത്തിനെ പറ്റിയൊക്കെ എപ്പിസോഡ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാലും ആൾക്കാർക്ക് സംശയമുള്ളത് പിന്നെ അതിൻ്റെ ഒരു ചോദ്യമായിട്ട് നമുക്ക് കമന്റ് ബോക്സ് വരുമ്പോൾ നമുക്ക് ഉത്തരം കൊടുക്കേണ്ട ഒരു ബാധ്യത, നമുക്ക് ന്യായമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ബാധ്യത ഒരു ആചാര്യ നിലയ്ക്ക് എനിക്കുള്ളതിനാൽ അത് എപ്പിസോഡായിട്ട് ചെയ്യാമെന്ന് കരുതി. ഇതേ സംശയമുള്ള ആളുകൾ കാണും. നമുക്ക് രക്ഷസ് യോഗീശ്വരൻ ഇവ ആരാണ്, ഇവർ കടാക്ഷിച്ചുള്ള പ്രയോജനം എന്താണെന്ന് സബ്സ്ക്രൈബ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ വീട്ടിൽ വെച്ചാശ്രയമുണ്ട്. അപ്പോൾ അവർ ആ വെച്ചാശ്രയ സ്ഥാനത്ത് ഈ പറഞ്ഞ യക്ഷസും യോഗീശ്വരൻ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്, കല്ലൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് അവർക്ക് അറിയില്ല, അല്ലെ അവർ അതിനെപ്പറ്റി പൂർവ്വര് ഒരുപക്ഷെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം രക്ഷസ് എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എടുക്കാം. രക്ഷസ് എന്നൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് അതിന് ഡെഫിനിഷൻസ്, അല്ലെങ്കിൽ ഒരുപാട് അവസ്ഥയിലുള്ള രക്ഷസുകളുണ്ട്. അപ്പം അവിടെ നമുക്ക് ദേവപ്രശ്നം അല്ലെങ്കിൽ ഒറ്റരാശി പ്രശ്നം അല്ലെങ്കിൽ അവിടുത്തെ കുടുംബ പ്രശ്നമായിട്ടൊക്കെ ചിന്തിക്കുമ്പോഴേ അത് ഏത് രക്ഷസാണ്, എന്ത് സങ്കല്പമാണോ ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. രക്ഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിധത്തിലുണ്ട്. ഇപ്പം ഈ പൂച്ച ചത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂച്ചയ്ക്ക് ദുർമരണം സംഭവിച്ച മാർജാരക്ഷസ് എന്ന് പറഞ്ഞൊരു ബാധയാണ്. പശു മരിച്ച ഗോരക്ഷസ് എന്ന് പറയും. സർപ്പത്തിന് അമൃത് സംഭവിച്ച സർപ്പരക്ഷസ് എന്ന് പറയും. അല്ലാതെ സാധാരണഗതിയിൽ ഈശ്വര പ്രാർത്ഥനയും ഈശ്വര ആരാധനയായിട്ടൊക്കെ നടന്ന വ്യക്തികൾ നമുക്ക് കാര്യമില്ലാത്ത കാരണത്തിൻ്റെ പേരിൽ അകാരണമായിട്ടൊക്കെ അരിങ്കുരുതി അല്ലെ ഇവരെ കൊല്ലുന്ന അവസ്ഥയിൽ, അവർ ഈ ദേവി ഉപാസകരായിട്ടുള്ള വ്യക്തികളെ കൊല്ലുന്ന അവസ്ഥയിൽ ഇതൊക്കെ ചില രക്ഷസുകളായിട്ടൊക്കെ ഈ മനുഷ്യരുടെ പ്രേതാവസ്ഥ മാറാറുണ്ട്. അപ്പം അങ്ങനെ രക്ഷസ് പലതുണ്ട്. പിന്നെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ബ്രാഹ്മണനായിട്ടുള്ള വ്യക്തികൾക്ക് ദുർമരണം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ബ്രഹ്മത്വമുള്ള ബ്രഹ്മജ്ഞാനേത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ള ദുർമരണം സംഭവിച്ച അവസ്ഥയെ, അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ബ്രഹ്മരക്ഷസെന്ന് എഴുതി വെക്കാറുണ്ട്. ആ ബ്രാഹ്മണന് ദുർമരണം സംഭവിച്ചാൽ 41 ദിവസത്തിനകമായിട്ട് നാരായണ ബലി എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. അത് ചെയ്യാത്ത പക്ഷം ബ്രാഹ്മണന്റെ പ്രേതം ഈ പറഞ്ഞ ബ്രഹ്മരക്ഷസായിട്ട് മാറുകയും ഈ മരണത്തിനിടയാക്കിയവരെ വേട്ടയാടുകയും ചെയ്യപ്പെടുന്നു എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറയപ്പെടുന്നു. അപ്പം അങ്ങനെയുള്ള രക്ഷസുകളെ നമുക്ക് പിൽക്കാലത്ത് വരുന്നവർ ഉപദ്രവം ഉണ്ടാവാതിരിക്കാണ്ട് ഇവർക്ക് സ്ഥാനം കൊടുത്ത് ഇവർക്ക് നിവേദ്യാദികൾ കൊടുക്കാറുണ്ട്. അപ്പം അതിനെ ബ്രഹ്മരക്ഷസ് എന്നാണ് അതിനെ പറയുക. ഇനി നമുക്ക് യോഗീശ്വർ സങ്കല്പത്തിലേക്ക് എടുക്കാം. അതായത് ഭദ്രകാളി ഭജനം, സുബ്രഹ്മണ്യ ഭജനം, ശിവഭജനം, ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഭജനങ്ങൾ ഇത് തന്നെ നമുക്ക് ബ്രഹ്മചാരികളായിട്ട്, പ്രത്യേകിച്ച് വിവാഹം കഴിക്കാത്തവരുണ്ട്, വിവാഹം കഴിക്കുന്നവരുമുണ്ട്. നമുക്ക് പളനിക്ക് പോവുക, അത് ശബരിമലയ്ക്ക് പോവുക, നമുക്ക് മാലയിടുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, ഭാഗവത വായന, അതുപോലെ തന്നെ നിത്യകർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭഗവാന് പ്രാധാന്യം കൊടുക്കുക, ഭഗവത് പ്രീതിക്ക് വേണ്ടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഭഗവാനെ പ്രതിഷ്ഠിക്കുക, മന്ത്രവാദങ്ങൾ ചെയ്യുക, അതുപോലെ ഈ ചരടി ജപിച്ചു കൊടുക്കുക, മണൽ ജപിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെയുള്ള മന്ത്രിക കാര്യങ്ങൾ ചെയ്യുന്നവരും നമുക്ക് ചില ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇവരെ മന്ത്രമൂർത്തിയായി പറയപ്പെടാറുണ്ട്. അപ്പൂപ്പനായിട്ട്, വലിയച്ഛനായിട്ട് ഒക്കെ പറയപ്പെടാറുണ്ട്. അതിന് ശരിക്കും പറയാൻ നമ്മുടെ ജ്യോതിഷപരമായിട്ട് യോഗി വര്യൻ അല്ലെ യോഗി ഈശ്വരൻ എന്നാണ് പറയപ്പെടുന്നത്. യോഗയെ അല്ലെങ്കിൽ അവരുടെ ദിനചര്യയും ആചരണചര്യയും അതുപോലെ തന്നെ യോഗയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ട് അനുഷ്ഠിക്കുന്നതുകൊണ്ട് യോഗി വര്യൻ പറയപ്പെടുന്നതായിട്ടും നമുക്ക് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ രണ്ട് അവസ്ഥയും ഈ പറഞ്ഞതുപോലെയാണ് പറയപ്പെടുന്നത്. അപ്പം ഇവർ പ്രസാദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ യോഗീശ്വരന്മാർ പ്രസാദിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യതയും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും എപ്പോഴും മംഗളകാര്യങ്ങളും മാത്രം നടക്കുകയും അശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുകയും ചെയ്യും. ബ്രഹ്മരക്ഷസും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണെങ്കിലും ദുർമരണങ്ങൾ, ദുർവാസനകൾ, അതുപോലെ ശത്രുക്കൾ വർദ്ധിച്ചു വരിക, അതിർത്തി പ്രശ്നങ്ങൾ, അതിര് പ്രശ്നങ്ങളില്ലാതിരിക്കുക, കേസ് വഴക്കുകളില്ലാതിരിക്കുക, മാനഹാനി അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത തെറ്റിനെ പഴിയേക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവത്തില്ല. നല്ല കാര്യങ്ങൾ മാത്രം ഇവർ യോഗീശ്വരനായാലും രക്ഷസായാലും പ്രസാദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുകയുള്ളൂ. ഇവരുടെയൊക്കെ കോപം വരുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ പഴയ കാലത്ത് ആചരിക്കുകയും പിൽക്കാലം വരുന്നവരിതിനെ വേണ്ട വിധം ആചരിക്കാതെ വരികയും ചെയ്യുന്നതുകൊണ്ട് പല കുടുംബങ്ങളും അന്യം നിന്ന് പോകുന്ന അന്തഛിദ്രങ്ങൾ നിത്യം ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ കണ്ടുവരാറുണ്ട്. ഇതൊക്കെ പ്രശ്നം നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്.
ഇപ്പോൾ ഈ പറഞ്ഞാലും യോഗീശ്വരനായാലും ബ്രഹ്മനിഷസ് ആയാലും നമുക്ക് വീട്ടിലുള്ള എന്ത് വ്യത്യാശ്രയ സംവിധാനമായാലും അവരെ നമുക്ക് ഒന്നുകിൽ സാധിക്കുമെങ്കിൽ നമുക്കവരെ പഴയ പ്രൗഢിയോടെ അല്ലെ പഴയ കാലത്ത് എങ്ങനെ ആചരിച്ചിരുന്നു അങ്ങനെ തന്നെ ആചരിക്കുക. ഇല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഉപാസനാമൂർത്തികളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് അവിടെ ഇരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സ്വർണം, വെള്ളി മുതലായ പ്രതിമകളിലൊക്കെ ആവാഹിച്ച് ഇവരെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ സായുജ്യമാവുമെന്ന് നോക്കണം, അല്ലെ അവിടെ ഇരിക്കുമെന്ന് നോക്കിയിട്ട് അങ്ങനെ സാധിക്കുമെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഇവരുടെ ആ ഒരു ചൈതന്യം അങ്ങോട്ട് പോവുകയും എന്നാൽ നമുക്ക് അവരുടെ അനുഗ്രഹം ഇല്ലാതിരിക്കത്തില്ല. അവർക്ക് നിത്യ നിവേദ്യങ്ങളും കാര്യങ്ങളും കിട്ടും. പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ അടുത്ത വരുന്ന തലമുറ നോക്കുന്നുണ്ട് ഉറപ്പെന്തുകൊണ്ട്. ചില രാശികളുടെ അടിസ്ഥാനത്തിൽ നമ്മളിത് പറയുക, ചില രാശി സ്ഥിരരാശി ഉഭയരാശിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ജലരാശിയാണെങ്കിൽ ഇവരൊന്നും പ്രതിഷ്ഠിക്കേണ്ട അവസ്ഥയില്ല. സ്ഥിരരാശികളെ പ്രതിഷ്ഠിച്ചേ പറ്റുള്ളൂ. ഉഭയരാശിയാണെങ്കിൽ നമുക്ക് ഇവരെ മാറ്റാം. അങ്ങനെയുള്ള പല അവസ്ഥകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രശ്നം വെക്കുമ്പോൾ അറിയാം. അതൊക്കെ അനുസരിച്ച് നമുക്ക് യോഗീശ്വരനെയും ബ്രഹ്മനിഷസിനെയും വേറെ എന്ത് ഉപാസനാമൂർത്തിയായാലും വേറെ എന്ത് മൂർത്തികളായാലും നമുക്കവരെ വിദ്യാമണ്ണം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പം ഈ പറഞ്ഞ യോഗീശ്വരനും വിശ്വാസവും ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് പ്രസാദിച്ചാലുള്ള ഗുണങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.